മലയാളികൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു നടനാണ് ദിലീപ്. ജനപ്രിയ നായകൻ എന്നാണ് ദിലീപിനെ അക്കാലത്ത് ജനങ്ങൾ വിളിച്ചിരുന്നത്. അയലത്തെ പയ്യൻ എന്ന ഒരു ഇമേജ് ദിലീപിന് അക്കാലത്ത് കൂടെ ഉണ്ടായിരുന്നു. സൂപ്പർ താരങ്ങളായ മോഹൻലാലും മമ്മൂട്ടിയും സുരേഷ് ഗോപിയും എന്നിവരെക്കാൾ കൂടുതൽ ഹിറ്റുകൾ അക്കാലത്ത് നേടിയെടുത്തതും ദിലീപ് തന്നെ. വൈകാരികമായ മുഹൂർത്തങ്ങളും അതേസമയം തന്നെ കോമഡിയും ഒക്കെ ഒത്തിണങ്ങിയ ചിത്രങ്ങളിലൂടെയായിരുന്നു ദിലീപിന്റെ മുന്നേറ്റം പലതും. ഏകദേശം 2000 മുതൽ 2010 വരെ മലയാളം ഇൻഡസ്ട്രിയിൽ ഏറ്റവും അധികം ഹിറ്റുകൾ സമ്മാനിച്ച താരം ദിലീപാണ്. കുടുംബ പ്രേക്ഷകർ നെഞ്ചോട് ചേർത്ത ചിത്രങ്ങളായിരുന്നു ഇതിലേറെയും. CID മൂസയും കല്യാണരാമനും അങ്ങനെ ഒട്ടേറെ സിനിമകൾ ദിലീപ് നമുക്ക് സമ്മാനിച്ചു. പിന്നീട് ഈ പൊലിമ ദിലീപിന് കൈമോശം വന്നു. ഫാമിലി എന്റർടൈനർ എന്ന നിലയിൽ 2 കൺട്രീസും കേസിലകപ്പെട്ട ശേഷം വന്നതിൽ രാമലീലയും ഒഴികെ കാര്യമായ ഹിറ്റുകൾ ഒന്നും തന്നെ ദിലീപിന് പിന്നീട് ഉണ്ടായിട്ടില്ല. ഇതിനിടയിൽ തന്നെ അടുത്ത കാലത്തായി ദിലീപിന്റെ ഒട്ടേറെ ചിത്രങ്ങൾ കുടുംബ പ്രേക്ഷകരെ ലക്ഷ്യമിട്ട് പുറത്തിറക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അവയൊന്നും തന്നെ വിചാരിച്ച പോലെ വിജയമായിട്ടില്ല എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ്. ചിലതൊക്കെ തിയേറ്ററുകളിൽ വമ്പം പരാജയമായപ്പോൾ OTTക്ക് പോലും വേണ്ടാത്ത നിലയിൽ സിനിമ തകർന്ന് തരിപ്പണമായി. ഇതിൽ നിന്നൊക്കെ മോചനം ആഗ്രഹിച്ചുകൊണ്ടായിരിക്കാം ദിലീപ് നായകനായി എത്തുന്ന ഏറ്റവും പുതിയ ചിത്രം പ്രിൻസ് ആൻഡ് ഫാമിലി ഇപ്പോൾ തിയേറ്ററിലെത്തുന്നത്. വിൻഡോ സ്റ്റീഫൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് ഷെരീഫ് മുഹമ്മദാണ്. ദിലീപിനൊപ്പം ധ്യാൻ ശ്രീനിവാസൻ കൂടി ഈ ചിത്രത്തിന്റെ പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു ഘടകം കൂടി. അടുത്തിടെ ചിത്രത്തിന്റെ പ്രമോഷൻ പരിപാടിയിൽ ദിലീപിന്റെ സാന്നിധ്യം ഏറെ ചർച്ചയാവുകയും ചെയ്തിരുന്നു. പഴയ ഊർജ്ജത്തോടെ ഓടി നടന്ന് പ്രൊമോഷൻ പരിപാടികളിൽ പങ്കെടുക്കുന്ന ദിലീപിനെ പുകഴ്ത്തിക്കൊണ്ട് ആരാധകരും ഇപ്പോൾ രംഗത്ത് വരികയാണ്. കൂടാതെ പഴയ കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കുന്ന ദിലീപിന്റെ പ്രസംഗങ്ങളെ വീഡിയോകളും വലിയ രീതിയിൽ തന്നെ ഇപ്പോൾ സാമൂഹിക മാധ്യമത്തിൽ വൈറലാവുകയും ചെയ്തു.